അങ്ങനെ ഒരു ദിവസം കൈപിടിച്ച് നമ്മൾ ചെന്നൈ കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് പുരച്ചി തലവർ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. 1873 ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ശിവസാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ വിലയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കഴിച്ചത് ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ 3 ചട്നി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ടൊമാറ്റോ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് പൊടിയിഡലി ആയിരുന്നു. ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഗുഡാണ്. പക്ഷേ ഒരുപാട് ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഗീ റോസ്റ്റ് നല്ലതായിരുന്നു. ചെന്നൈ ഏറ്റവും ഭംഗിയാക്കുന്നത് അവിടുത്തെ ബിൽഡിങ്സ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അത്ര രസമാണ് എല്ലാ ബിൽഡിങ്സും കാണുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമ ഷൂട്ടിങ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ചെന്നൈ മെട്രോ കയറാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ജനങ്ങളെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാവലിംഗ് എന്ന് പറയുന്നത് ചെന്നൈ മെട്രോ തന്നെയായിരിക്കും. 2015 ആദ്യഘട്ടം പൂർത്തിയായത് ചെന്നൈ മെട്രോയുടെ. അവിടെ 2 ലൈനാണുള്ളത്. ഒന്ന് ഗ്രീൻ ലൈനും ഒന്ന് ബ്ലൂ ലൈനും. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോ കയറി എത്തിയത് ഇഗ്മോർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള 2ാമത്തെ മ്യൂസിയമാണ് ഇഗ്മോർ മ്യൂസിയം. 1851 ഇത് സ്ഥാപിതമായത്. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഭംഗിയും എടുത്തു പറയേണ്ടതാണ്. ഇൻഡോ സർസനിക് വാസ്തുവിദ്യ ശൈലിയിലാണ് കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ബ്രോൺസ് ഗാലറി, ആന്ത്രോപോളജി സെക്ഷൻ, ചിൽഡ്രൻസ് മ്യൂസിയം, നാഷണൽ ആർട്സ് ഗാലറി, അങ്ങനെ ഒരുപാടുണ്ട് അതിനുള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 16 ഏക്കറോളമാണ് കേട്ടോ ഇതെല്ലാം നീണ്ടു കിടക്കുന്നത്. 6 പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ 46 ഗാലറികളാണ് ഉള്ളത്. ഈ സ്ഥലവും ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കാണാനല്ലാതെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട് കൂടിയിട്ടാണ് ഇഗ്മോർ മ്യൂസിയം. 50 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് ചാർജ് അവിടെ ഉള്ളത്. നമ്മൾ പോയത് പൊങ്കലിനോടനുബന്ധിച്ചായതുകൊണ്ട് തന്നെ അവിടെയുള്ള പൊങ്കൽ സെലിബ്രേഷൻ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ മെട്രോ കയറി വീണ്ടും നമ്മൾ സെൻട്രലിലോട്ട് തിരിച്ചു വന്നു. ഇനി നമ്മൾ പോകുന്നത് മറീന ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. സബർബൻ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ സബർബൻ ട്രെയിൻ കയറിയിട്ടുള്ളത്. ഇതും ഇവിടെയുള്ളൊരു ലോക്കൽ ട്രെയിനാണ്. ആളുകൾ കൂടുതലായിട്ട് ഇത് ആശ്രയിക്കുന്നുണ്ട് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കായിട്ട്. മറീന ബീച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ കടൽ തീരമുള്ള ബീച്ച് എന്ന് പറയുന്നത്. കൂടാതെ തമിഴ്നാട്ടിലെ എക്സ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള അണ്ണാദുരൈ, MGR, ജയലളിത, കരുണാനിധി എന്നിവരുടെ സ്മാരകങ്ങളുള്ളത് ഈ മറീന ബീച്ചിനോട് ചേർന്നിട്ടാണ്. അവിടെ ഒരു വലിയ ലൈറ്റ് ഹൗസും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് സെൻട്രലിലോട്ട് വന്നു കേട്ടോ.
ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കവർ ചെയ്യുന്ന സ്ഥലങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യാത്രകളൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്തരമുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.